ബെല്ല കുറച്ച് ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ക്യാമറ ഞാനും സത്യം പറയട്ടെ, സെൻസർ ആണ്. ചോക്ലേറ്റ് 3D പ്രിന്റർ ആണ്. കിച്ചണിലൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ സാധനം ഈ ഇൻട്രോ കേട്ടിട്ട് കൊറേ ആയില്ലേ. കുഞ്ഞു സ്പ്രേ കുപ്പിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഗൈസ്. Anyway guys, today is the day for the robot. കുഞ്ഞു റോബോട്ട്. നമ്മള് ചിറ്റി റോബോട്ടിന്റെ അടുത്താണ് പോകുന്നത്. നല്ല അടിപൊളി സാധനങ്ങളുണ്ടാവും. എന്തായാലും റോബോട്ടിനെ നോക്കാൻ പോകുന്നത് നല്ലതൊക്കെ. ഞാൻ വിചാരിക്കും എനിക്ക് കുറച്ച് ആൾക്കാർ ഒരു അസിസ്റ്റൻസ് ആയിട്ട്, കാരണം എനിക്ക് വെള്ളം എടുത്തു തരാനും പിന്നെ ഫുഡ് എടുത്തു തരാനും ഡ്രസ്സൊക്കെ അവിടെ ഇവിടെ ഇട്ടതൊക്കെ നല്ലപോലെ അടുക്കി ഒതുക്കി വൃത്തിയിൽ വെക്കണം. പിന്നെ ഈ റോബോട്ട് ഹോംവർക്ക് റെക്കോർഡ് ചെയ്ത് ആലുവ യൂഷ്വൽ ആയിട്ടുള്ള ബ്ലോക്കിലാണ്. സോ ഇന്ന് ഞാൻ വാച്ച് ഇതാക്കണ ഇതാണ് കേസ് എടുത്തത്, നമ്മളെ സ്വന്തം മോൺസ്റ്റർ കുട്ടൻ. പെട്ട് കഴിച്ചു അങ്ങ് ഇപ്പം ബ്ലോക്കിൽ ആലുവ. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞില്ലേ, 1/2 മണിക്കൂറോളം ഇവിടെ നിൽക്കണ, അനങ്ങുന്നില്ല, പാലം മൊത്തം സ്തംഭിച്ച് കിടക്കുക. എനിവേ ഗൈസ്, നമ്മളിപ്പോ പോകുന്നത് ഇൻകർ റോബോട്ടിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടാണ് നമ്മൾ ആഗ്രഹിച്ച എല്ലാ ടൈപ്പ് റോബോട്ടിക്സ്, അങ്ങനെ ഗ്ലാസ് ഒക്കെ, ഐ മീൻ എന്താ വെള്ളമൊക്കെ സെർവ് ചെയ്യുന്ന റോബോട്ടിക്സ്. അതൊക്കെ അതെ, കുഞ്ഞു ഗെയിം കളിച്ചിരിക്കും, കുഞ്ഞിനിങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുകൊടുക്കുക, ഏതാണ് സാധനങ്ങളൊക്കെ ഉണ്ട്. എനിവേ നമ്മൾ പോയിട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ ഇത് അനങ്ങുന്നില്ല ഗൈസ്, അതാണ് കോമഡി. ഇത്ര നേരമായി. ഗൈസ് അപ്പൊ നമ്മൾ അവിടെ നിന്നിട്ട് അനങ്ങുന്നില്ല, ബൈക്കുകാർക്ക് പോലും പോകാൻ കഴിയില്ല. അപ്പൊ നമ്മൾ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് ഭാഗ്യത്തിന് അവിടെ റൈറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. എന്റെ പൊന്ന് ഗൈസ്, എത്തി. ഒരു 1.5 ടാസ്ക് ആയിരുന്നു. നമ്മൾ ഇനി അങ്ങോട്ടാ പോകാനുള്ളതാ. കാറൊക്കെ നിർത്തി ഇവിടേക്കുള്ള യാത്ര ഒരുപാട് തരണങ്ങൾ ചെയ്തിട്ട് ഗൈസ് ഞങ്ങൾ ഇവിടെ എത്തി. നമ്മ വന്നതാക്കണ ആ റോഡിലോട്ട് എത്തിയില്ല. കുഞ്ഞു ലിഫ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്, സ്റ്റെപ്പ് കയറി. ജിമ്മിൽ പോണതല്ലേ. ഞങ്ങൾ അങ്ങനെ ഇങ്കറിന്റെ ഓഫീസിലെത്തി. സോ ഇതാണ് അമിത് ബ്രോ ആണ് നമ്മളെ വിളിച്ചത്. സോ ഞങ്ങൾ അങ്ങനെ വന്ന് അപ്പൊ ഇനി ഇവിടെ നോക്കട്ടെ ഗൈസ്, എങ്ങനത്തെ ക്യൂട്ട് കുറെ റോബോട്ടുകൾ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. ഞാനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലെ. നമുക്ക് ഇതിന് ഓരോന്നിനും ഓരോ പേരൊക്കെ ഇട്ടിട്ടുണ്ടോ? അപ്പൊ ഞങ്ങൾ ഓരോന്ന് കാണിക്കുമ്പോൾ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ആദ്യം ഇവരുടെ ലാബിലേക്ക് പോവാം. ഇവർ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ പറയാ റോബോട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പൊ നമുക്ക് ലാബൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ ഒരുപാട് റോബോട്ട്സ് ഉണ്ട് ഗൈസ്, അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. സോ ബ്രോന്റെ പേരെന്താണ്? ശ്രീനേഷ് ബ്രോ ആണ് നമ്മളവിടെ കാര്യങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം തന്നെ ഓരോന്ന് കയറുമ്പോൾ തന്നെ അവിടെ ഒരു സാധനം ഉണ്ട്. ആദ്യം നമുക്ക് എന്താണ് ഇവിടെ നമുക്കിപ്പോ പറയാൻ കഴിഞ്ഞാൽ ഇത് ഫുള്ള് കൺട്രോളേഴ്സ് ആണ്, മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയും. ഇപ്പോ എന്താ പറയാ, നമ്മൾ സെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ സ്കൂൾ കോളേജ് കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ സെൻസേഴ്സ് വെച്ച് പ്രൊജക്ടുകളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അത് പലതരത്തിലുള്ള കൺട്രോളേഴ്സ് ഉണ്ട്. ഇപ്പോ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമുക്ക് വിൻഡോസ് പോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് റാസ്ബെറി പൈ പോലുള്ള കൺട്രോളേഴ്സ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ നമുക്ക് അതിൽ പ്രോസസ് ചെയ്യാം, വോയിസ് ഒക്കെ നമുക്ക് അതിൽ റൺ ചെയ്യാം, അവർക്കൊരു ഗെയിമോ അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ആ പലതരത്തിലുള്ള സെൻസേഴ്സ് ആണ്. കുറച്ച് സെൻസേഴ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ ലൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ടേൺ ഓൺ ആവുന്നതോ ഓഫ് ആവുന്നതോ അതൊക്കെ നമുക്കിപ്പോ ഇവിടെ കാണാൻ പറ്റിയത് ഈ സെൻസറാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മള് ഡാർക്ക്നെസ് വരുമ്പോ ഇപ്പൊ ഇവിടെ ഒരു മോട്ടറാണ് തിരിയുന്നത്. നമുക്കത് ലൈറ്റ് രാത്രി ആകുമ്പോൾ ലൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട്, അപ്പൊ ഇവിടെ ലൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തനിയെ ഓൺ ആവും ഓഫ് ആവും. ഇപ്പൊ ഇവിടെ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് ഓൺ ആവും, അങ്ങനത്തെ സംഭവങ്ങൾ. നമുക്ക് ടെമ്പറേച്ചർ ഇപ്പൊ അലാം സിസ്റ്റങ്ങളിലൊക്കെ വെക്കാലോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു സെൻസറാണ് അൾട്രാസോണിക് എന്ന് പറയുന്നത്. ഇതൊക്കെ കൂടി കൂടിയിട്ടായിരിക്കും നിങ്ങൾ ഈ റോബോട്ടിലും? അതെ, നമ്മൾ ഓരോ റോബോട്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഈ സെൻസേഴ്സ് ആണ്. അതാണ് നമ്മളെ റോബോട്ട് ഇങ്ങനെ വരുമ്പോ നമ്മളെ കാണുമ്പോൾ അതങ്ങനെ പോകുന്നതൊക്കെ. അതെ, ഇപ്പൊ ഇവിടെ IR സെൻസറൊക്കെ നമ്മള് റോബോട്ടുകളിൽ യൂസ് ചെയ്യാറുണ്ട്. കാരണം അതിൽ തന്നെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ IR സെൻസർ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ കാണുകയാണെങ്കിൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ റാസ്ബെറി പൈയുടെ തന്നെ ഒരു റാസ്ബെറി പൈ യൂസ് ചെയ്യുന്ന ഒരു റോബോട്ടാണ് ഇത്. ഇത് റാസ്ബെറി പൈ വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഫാം ബോട്ട് എന്ന് പറയും. ഇപ്പൊ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാറ്. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സീഡ് എടുക്കാം, പ്ലാന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കൃഷി ഓട്ടോമാറ്റിക് ആയിട്ട് ഫുള്ളായിട്ട് ചെയ്യാം. നമ്മൾ നാട്ടിൽ ഉണ്ടാവും, നമുക്ക് അതിന്റെ വെള്ളം നനയ്ക്കേണ്ട കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇപ്പൊ നിങ്ങൾ ഇടയിൽ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക്
നമുക്ക് ഫോൺ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് നോക്കാം, ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്യാവശ്യം വലിയ സ്പേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഡ്രോൺസ് യൂസ് ചെയ്യാം. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മള് പെസ്റ്റിസൈഡ്സോ വെള്ളമോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇത് വെച്ചിട്ട് നമ്മള് സ്പ്രൗട്ട് ചെയ്യാൻ പറ്റും. ഇനി എന്താ ബ്രോ ഇതൊക്കെ എന്താ സംഭവം? ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 3D പ്രിന്റ് ചെയ്യാൻ നമുക്ക് എൻഗ്രേവ് ഒക്കെ ചെയ്യുന്ന ഒരു മെഷീൻസ് ആണ്. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പലതരത്തില് നമുക്ക് ലെറ്റേഴ്സും ഡിസൈൻസ് ഒക്കെ നമുക്ക് ഈ CNC മെഷീൻസ് വെച്ചിട്ട് നമുക്ക് എൻഗ്രേവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ലേസർ വെച്ച് ചെയ്യുന്ന നമുക്കിപ്പോ ഈ ടച്ച് പാഡുകളാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡിസൈൻസ് ഒക്കെ നമ്മളിവിടെ ഡിസൈൻ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. ചോക്ലേറ്റ് 3D പ്രിന്റർ ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമ്മൾ ഇതിലിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ചോക്ലേറ്റ് ഇവിടെ നിറച്ച് വെക്കാൻ പറ്റും. എന്നിട്ട് ഇതിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ചോക്ലേറ്റ് ഇടാം. എന്നിട്ട് നമുക്ക് ഇതിലിങ്ങനെ കയറ്റി വെച്ചിട്ട് നമുക്കത് കൊടുക്കുന്ന ഔട്ട്പുട്ടിൽ ചോക്ലേറ്റ് പ്രിന്റ് ചെയ്ത് തരും. കൊടുക്കുന്ന നമുക്ക് ചെറിയ ചെറിയ ഡിസൈൻ. ഇപ്പൊ കുഞ്ഞുവിന്റെ ഇവളെ തല മാത്രം വെട്ടിട്ട് നമുക്ക് ആ ഡിസൈനിൽ ഏകദേശം ഒരു രൂപത്തിൽ അത്ര പെർഫെക്ഷൻ ഇല്ലെങ്കിലും സാധനം കിട്ടും. എഗ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് എഗ് അതൊക്കെ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ വെച്ച് ഓരോ ചോക്ലേറ്റ് ഉണ്ടാക്കി കഴിക്കാം. ഇപ്പൊ നമ്മള് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇപ്പൊ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഒരു സെറ്റ് ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിലേക്ക് ചൂടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മൂവ് ചെയ്യും, പ്രിന്റ് ചെയ്ത് തരും. ഇപ്പൊ ഇതൊന്ന് പ്രിന്റ് ചെയ്ത സാധനങ്ങളായിട്ട് കണ്ടില്ല. ഇതൊക്കെ ഒരു 45 to 1 hour ഉള്ളിലൊക്കെ പ്രിന്റ് ചെയ്തെടുക്കാവുന്ന സാധനങ്ങളാണ്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് നമുക്ക് അയൺമാന്റെ മാസ്ക് നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്തെടുക്കാം. റോബോട്ടിന്റെ അതെ അതെ ഇതാണല്ലോ യൂസ് ചെയ്യുന്നത്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് കളർ വേണമെങ്കിൽ ഇത് മൾട്ടിപ്പിൾ കളറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ ഓക്കെ അതും കൂടി എടുക്കും ഞാൻ, അതുകൂടി കാണിച്ചു കൊടുക്കാം. ഈ സാധനം ഇതൊന്ന് പ്രിന്റ് ചെയ്തെടുത്താട്ടാ. ചെറുതായിട്ടൊന്ന് ഇത് ബ്രോന്റെ ക്രിയേറ്റിവിറ്റി ആണ്. ബ്രോന്റെ ക്രിയേറ്റിവിറ്റി വലിപ്പം ഇത്രയും വരും. ഓ ഗൈസ് ഇപ്പൊ ഇതാക്കണ ഇവിടുന്ന് മേക്കിംഗ് തുടങ്ങിയില്ല കുഞ്ഞോ? ഓക്കെ 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 അതിന്റെ ബേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇനി നമ്മൾ റോബോട്ടിക് ആംസിലേക്കാണ് പോകുന്നത്. ഈ റൂം മൊത്തം ആംസ് ആണ് പല രീതിയിലുള്ള. സോ ബ്രോ പറയും എന്താണ്? ഇപ്പൊ ഇതിൽ തന്നെ പലതരത്തില് ഇപ്പൊ ഇവിടെ 4 ആക്സിസ് റോബോട്ടിക് എന്ന് പറയും. പൊങ്ങും ഇങ്ങനെ 4 ആക്സിസിൽ അതിന് മൂവ് ചെയ്യാൻ പറ്റും. കോഴിയുടെ ഒക്കെ തല കണ്ടിട്ടില്ല, അതുപോലെ ഇത് ഒരിക്കലും ഇങ്ങനെ ഇത് ഇങ്ങനെ തന്നെ നിക്കുള്ളൂ. പല രീതിയിൽ മൂവ് ചെയ്യും. പക്ഷെ ഇത് എപ്പോഴും ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഈ ഒരു മൂവ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യും. ഇവിടെ ഒരു അനക്കം വരില്ല. ഇപ്പൊ ഇത് സെക്ഷൻ ആണ്. നമുക്ക് പലതരത്തിലുള്ള ഇപ്പൊ പിക്ക് ചെയ്യാനായിട്ടോ അതുപോലത്തെ ഓരോ പരിപാടികളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. പിന്നെ വേറെ സാധനം ഇത് ഭയങ്കര ഫൺ സാധനമാണ്. അതായത് ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ KFC അങ്ങനത്തെ സാധനം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മള് ഫ്രൈൻസ് ആണ് നമ്മൾ ചെയ്യാറ്. എക്സിബിഷൻസിലൊക്കെ ആയാലും കൊണ്ടുപോകുമ്പോ നമ്മൾ അവിടെ നിന്ന് ഫ്രൈൻസ് കളക്ട് ചെയ്യും. അത് ഇവിടെ വന്ന് ഇവിടെ വറുത്ത് എണ്ണ എല്ലാം ഊറ്റി പിന്നെ നേരെ ഇവിടെ കൊണ്ടുപോയി ഡിസ്പെൻസ് ചെയ്യും. ഇപ്പൊ നമ്മൾ എണ്ണയിലൊക്കെ മുങ്ങി കിടക്കുന്ന സമയമൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. നമുക്കിപ്പോ ഇത്ര നേരം മുങ്ങി കിടക്കണം, എത്ര നമ്മളാണെങ്കിലും ചിക്കൻ ആണെങ്കിലും കുറച്ചേരം മുക്കിയിട്ട് പിന്നെ കുറച്ചൊന്ന് എടുത്തിട്ട് പിന്നെ വീണ്ടും മുക്കും, ഡീപ് ഫ്രൈ ചെയ്യാം. അപ്പൊ അതുപോലെയൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. വർക്ക് ചെയ്യുന്ന ഒരു ദിവസങ്ങൾ പറയണ്ടോ പ്രോഗ്രാം അല്ലാണ്ട് ഇതെനിക്ക് അയൺമാന്റെ ഒക്കെ ഓർമ്മ വരുന്നത്. അവിടെ ഇംഗ്ലീഷ് ചില ഫിലിമിലൊക്കെ കാണാം, കിച്ചണിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ഗസ്റ്റുകൾ വരുമ്പോ. ഇത് ഈ റോബോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ ലൈൻ വിട്ട് ആരും കടത്താറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൊളാബറേറ്റീവ് റോബോട്ടിക് ആണ്. നമുക്കിപ്പോ അടുത്ത് നിന്നിട്ടാണെങ്കിൽ ഇതിന്റെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇത് നമുക്കിപ്പോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട അതേ സെയിം റോബോട്ടുകളുടെ പോലെ തന്നെ നമുക്ക് ഓരോ സെക്ഷൻ നമുക്ക് എൻഡ് സെക്ടർ എന്ന് പറയും. എന്താണ് നമുക്ക് പിക്ക് ചെയ്യാനാണോ സെക്ഷൻ ആണോ അങ്ങനെ. പിന്നെ ഇതാണെങ്കിൽ എല്ലാ ഡയറക്ഷനിലും പോകണ്ടല്ലേ? ഇതിലിപ്പോ 6 ഉണ്ട്. 1 2 3 4 5 6 ശരിയാണ്. 360 ഡിഗ്രി അതിന് തിരിയാൻ പറ്റും. ഇതൊരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള റോബോട്ടാണ്. ഇതിന്റെ ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈ തല ഇല്ല. പക്ഷെ ഇതില് നമുക്കിപ്പോ ശരിക്കും ഒരു മനുഷ്യന് ചെയ്യണ എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യാം. ഇതിന് വീൽസ് ഒക്കെ ഉണ്ട്, ഒമ്നി ഡയറക്ഷൻ മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ സത്യം പറയട്ടെ, എനിക്ക് ചെറുപ്പത്തില് അതെ ഞാൻ ആലോചിക്കുന്നു ഭ്രാന്തായിരുന്നു. JCB അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കായിരുന്നു.
ഞാൻ യൂട്യൂബർ അല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ അതെ അതെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കുഞ്ഞിന് സാധനം കുഞ്ഞു കയറി 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 നോക്കട്ടാണോ എനിക്ക് അറിയത്തിക്ക എനിക്ക് പേടി ഇതൊക്കെ തട്ടിട്ടാല് യു ക്യാൻ ആ ഇന്ന് നമ്മൾ വീത്തിടും ഗൈസ് അപ്പൊ കുഞ്ഞാണ് ഇവിടെ കയറാൻ പോകുന്നത് കയറി യെസ് 1 2 3 ചാടി ഇരുന്നിട്ടാ പതുക്കെ മറ്റേ കാലും വെച്ചാ കാല് വെക്കി വെച്ചോ ഒരു കാല് വെക്കി എന്റെ മറ്റേ കാല് ആ ഓക്കെ 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 മുമ്പോട്ട് 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 യെസ് 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 Oh my god. So, do you mind? Okay? Control your mind. Control your emotions. നിക്കാൻ വിചാരിച്ചാണ് Okay? അത്ര ഉള്ളു ഇല്ല എല്ലാം വിചാരിച്ചാ മതി. അതന്നെ ചിരിക്കണ്ട. വെയിറ്റ് ബാലൻസ് ആണ് Yeah. നീ അങ്ങോട്ട് പോകണം വിചാരിച്ചു. ഗൈസ് പിന്നെ ഇതാക്കണ ഇവിടെ ഇങ്ങനത്തെ റോബോട്ട് ഇതിനൊക്കെ ഫുൾ സാധനം നമ്മൾ കാണും. പിന്നെ ഇവിടെ ഡോഗ് ഉണ്ട്, ഡോഗ് റോബോട്ട് ഡോഗ്. ഇനി മനുഷ്യന്റെ പോലെയുള്ള റോബോട്ട് ഉണ്ട്. ഓ ഇതൊക്കെ നമ്മൾ കാണാം. ഇപ്പൊ നമ്മൾ കണ്ടത് ഇനി കാണാൻ പോകുന്ന റോബോട്ടുകളൊക്കെ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തെടുത്ത സാധനങ്ങളാണ് ഗൈസ്. ഓക്കെ ഗൈസ് ഇനിയാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള റോബോട്ട് നാവോ എന്നാണ് പേര്. സോ അത് കണ്ണിന് വീട്ടിൽ എടുത്തുണ്ടാവാൻ തോന്നുന്നു. വേറെ ആരും കണ്ടില്ല ഗൈസിൽ എടുത്തുണ്ടോ ഗൈസ് കാണിച്ചത്. മീറ്റ് മിസ്റ്റർ നാവോ കുഞ്ഞു. ഭയങ്കര ക്യൂട്ടാണ്. സോ ആളിപ്പോ എണീക്കാൻ വേണ്ടി കമാൻഡ് ചെയ്യണം അല്ലേ. ഹായ് നാവോ. Hello, I'm Now. My internet address is 192, 168, 18, 70. Can you stand up? ഇന്റർനെറ്റ് ഇല്ലേ? Do you want me to stand up? Yes. All right, here I come. കയ്യൊക്കെ വെച്ചിട്ട് ഓ എന്നെ ഇഷ്ടല്ലേ ഞാൻ വരുമ്പോഴത്തേക്ക് മുഖം തിരിച്ചാളിന്. എന്ത് വൃത്തികെട്ട സ്വഭാവം. No. A C D E കുഞ്ഞിന്റെ പാട്ട്. X I J K L M N O P Q R S T U V W X Y and Z. Now I know my ABCs. Next time won't you sing with me? ഓക്കെ താങ്ക് യു. That's it. നമുക്ക് സത്യം പറഞ്ഞ പേടിയുണ്ടോ ഞങ്ങളെ? നിക്കണോക്കിയാ ജാടാ. നമ്മളിപ്പോ കാണാൻ പോണെന്ന് വെച്ചാല് കൊറേ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. കൊറേ ഫോറിൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. സാധാരണ ഒരു ഡോഗ് അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ വാങ്ങി വരുമ്പോ വീട്ടിലൊക്കെ. ഓ മൈ ഗോഡ്. ഓ സീൻ ഇത് ഫേസ് കണ്ടിട്ട് ഒരു ടെറർ ഉണ്ട് ഞങ്ങളെ. ഒന്ന് ഇരുന്ന് നോക്കിയാ എടുത്തിരുന്ന് നോക്കിയാ. നമുക്ക് പേടിയുണ്ടോ? ഇല്ലല്ലോ. വെടിയൊന്നും വെക്കൂല ഇത്. അങ്ങനത്തെ കൊള്ളാട്ടെ ഗൈസ്. ഇതിന് പല ഓ എന്റെ മോനെ സീൻ സാധനം. ഇതില് ബ്രോ എങ്ങനെ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്ന റിമോട്ട് വെച്ചിട്ടില്ലേ? സോ ഈ സാധനം വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഓ ഇത് നടത്തി കാണിച്ചിട്ടുണ്ടോ? ഓ അതെ നമ്മള് സ്പീഡ് ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ ആ സ്പീഡിലൊക്കെ പോകും. കണ്ടല്ലോ കണ്ട നമ്മള് ചില വീഡിയോ ഉണ്ട് ഇതിലൊരു കയറ് കിട്ടും എന്നിട്ട് അവൻ ഇങ്ങനെ ഇതിനെങ്ങനെ വലിച്ചു കൊണ്ടോ. ഓക്കെ ഇന്നലെ പോസ്റ്ററിൽ നിൽക്കുന്നുണ്ടല്ലോ അല്ലേ? അതാണ്. ഓ ഡാൻസ്. അതെ നമ്മളിവിടെ വന്ന തന്നെ കേടാ ഈ റോബോട്ടുകളെ കാണാനാണ്. ബാക്കിയൊക്കെ ബോണസ് ആണ്. സോ ഇതാണ് നമുക്ക് പല ഫങ്ഷൻസിനും എന്താണ് പേര്? സാൻബോ എന്ന റോബോട്ടിന് പല ഫങ്ഷൻസിനും കാര്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് റോബോട്ട്സ് ആണ്. കണ്ട നമ്മള് സെൻസേഴ്സ് പരിചയപ്പെട്ട് അതൊക്കെ ഇവിടെയാണ് IR സെൻസർ, ഇൻഫ്രാറെഡ് സെൻസർ. ഒബ്സ്റ്റക്കിൾ അവോയ്ഡ് ചെയ്യാനൊക്കെ അതിന് പറ്റും. ഇപ്പൊ ഇവിടെയാണെങ്കിലും ക്യാമറാസ് ഉണ്ട്. ഇവിടെ സെൻസേഴ്സ് ഉണ്ട് മോഷൻ ഡിറ്റക്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്കിപ്പോ ഒരു സെൽഫി ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം.
പിന്നെ ഇവിടെ ക്യാമറാസ് ഉണ്ട്, നമുക്ക് റിയൽ ടൈം ആയിട്ട് ആ നമുക്കിപ്പോ വേണമെങ്കിൽ നമ്മളിപ്പോ ഇവിടെ വീട്ടിലില്ല അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ആണ്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫോൺ ത്രൂ ഇതിനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ ഫുൾ ഓപ്പറേഷൻ നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും, റിയൽ ടൈം ആയിട്ട് വ്യൂ ഒക്കെ നമുക്ക് ഫോണിൽ കാണാൻ പറ്റിയ റോബോട്ട്. ഇവിടെയാണെങ്കിൽ ഉണ്ടോ ഇങ്ങനെ ലൈറ്റ് ഒക്കെ നമുക്ക് ടേൺ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ പറ്റും. ഇവിടെ വീഡിയോസ് ഇടാൻ ഓട്ടോമാറ്റിക് ആയിട്ട് വെറുതെ ഓടിക്കാം. പിന്നെ ബാക്കിൽ പ്രൊജക്ടേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ബാക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ പ്രൊജക്ടേഴ്സ് നമുക്ക് വാളിലേക്ക് അത് പ്രൊജക്ട് ചെയ്യാം. നമുക്ക് പ്രൊജക്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷ്വൽ വേണമെങ്കിൽ നമുക്കത് വാളിൽ പ്രൊജക്ട് ചെയ്തിട്ട് കാണാം. ചെയ്ത് കാണാം. ഓക്കെ, ഇതിപ്പോ മെയിൻ ആയിട്ട് എന്തിനൊക്കെ കൊണ്ടുപോകാറ്? നമ്മള് എന്റർടൈൻമെന്റ് ആയിട്ട് വെൽക്കം ചെയ്യാനായിട്ട് ഒരു റിസപ്ഷൻ റോബോട്ടായിട്ട് നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളൊരു വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ പ്ലേ ആവും അല്ലെ? ഇവിടെ പ്ലേ ആവും. വെൽക്കം എന്നൊക്കെയുള്ള പോലെ നമുക്കിപ്പോ വീഡിയോ എന്തെങ്കിലും അട്രാക്റ്റീവ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ. അങ്ങനത്തെ 3 റോബോട്ട്സ് ആക്കണ ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. നമ്മളവിടെ പൊളിഞ്ഞെടുക്കണ്ടായിരുന്നു. ആ പൊളിഞ്ഞടക്കണേ. റിസർച്ച് ചെയ്യാൻ വേണ്ടി. ഓക്കെ ഓക്കെ. പിന്നെ വേറെ ഉണ്ട്, അതായത് റിസപ്ഷനിൽ വെള്ളം കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റുന്നതാ. അതാണ് ഈ റോബോട്ട്. ഇതിന്റെ പേരെന്താ ബ്രോ? ഇത് ബെല്ല. ബെല്ല. ഓക്കെ, ഇത് ബെല്ല കുട്ടിയാണ്. നല്ല യൂസർ ഇന്റർഫേസ് ഒക്കെ ഉണ്ട്. ഓക്കെ, നല്ല സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അത് അപ്പൊ നമുക്ക് അതിങ്ങനെ പോവില്ല. ഫുഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റാക്ക് ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ബെല്ല കുറച്ച് ഫാസ്റ്റ് ആണെന്ന് തോന്നൂലേ? നമുക്ക് സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാം. കൺട്രോൾ അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ചെറുക്ക് പിന്നെ ഓടുന്നോളാ. ബെല്ലനെ പിടിക്ക്. മുമ്പ് പോയി നിൽക്കുക, എന്താ ചെയ്യാൻ നോക്കാം. പിന്നെ ഓടുന്നുണ്ട്. ആ യെസ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട്. അപ്പൊ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അതങ്ങനെ മാറ്റി. ഇതൊക്കെ ഇതിന്റെ ഉള്ളിലുള്ള സെൻസേഴ്സ് ഒക്കെയാണ് നമ്മൾ നേരത്തെ. അതെ, ഇവിടെ ലൈഡാർ ഒക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ ഇടയിലായിട്ട് ലൈഡാർ സെൻസേഴ്സ് ഒക്കെ ഉണ്ടാക്കും. അതാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒബ്സ്റ്റക്കിൾ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്തു. മാർക്ക് നിങ്ങളെ പോട്ടെ, കുഴപ്പത്തിലാക്കല്ലേ. ഫോൺ നോക്കിയാ എങ്ങനെ പോവും. ഫാസ്റ്റ് ആണ്, നല്ല രസം കാണാൻ. അതെ.